നാളത്തെ ടാസ്കിൽ നന്ദനെ അഭിഷേകും എന്തൊക്കെയോ പൊട്ടിക്കുന്നുണ്ട്, അടിയും പിടിയും ബഹളം ആവുന്നുണ്ട്. എന്തായാലും വെളുപ്പിക്കൽ ടാസ്ക്കാണ് നടക്കുന്നത്. ഇന്നലെ പതപ്പിക്കൽ ടാസ്ക് ആയിരുന്നു, നാളെ നടക്കാൻ പോണത് വെളുപ്പിക്കൽ ടാസ്ക്കാണ്. അതിനകത്താണ് പൈപ്പിൻ ചോട്ടിൽ ഫുൾ ഇടിയും ബഹളം ആവുന്നത്. ബക്കറ്റും കൊണ്ട് വരുന്നു, അപ്പൊ അഭിഷേക് മഗ്ഗുമായിട്ട് വരുന്നു, ആകെ പ്രശ്നം തട്ടി മാറ്റുന്നു, പിന്നെ എന്തോ പൊട്ടുന്നു, പൈപ്പാണെന്നൊന്ന് പൊട്ടുന്നത്. എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ പതപ്പിക്കലായിരുന്നു, ഇന്ന് വെളുപ്പിക്കലാണ്. കുറെ പാത്രം കഴുകാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോട്ടീസ് ചെയ്യേണ്ടത് 3 പേര് അവിടെ നിൽപ്പുണ്ട്. അത് നമ്മുടെ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും വീട്ടുകാരാണെന്ന് 3 പേരേ ഉള്ളൂ. ഋഷി ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല. ഓരോ ടീമിൽ നിന്ന് 3 പേരാണ് കാണുന്നത്. പിന്നെ പാത്രം കഴുകൽ ടാസ്ക്കാണ്. എല്ലാവർക്കും തുല്യമായിട്ടുള്ള പാത്രം, ഒരു ബക്കറ്റ് വെള്ളം, 4 ടീമുണ്ട്. ടീം വൈസ് തന്നെയാണ് കളിക്കുന്നത്. ടണൽ, ഡെന്ന്, നെസ്റ്റ്, പീപ്പിൾ ടീം, ഈ 4 ടീമായിട്ടാണ് കളിക്കുന്നത്. മിക്കവാറും ഇതിനകത്തുള്ള നോക്കുന്നത് റെഫറി ആയിട്ട് നിൽക്കുന്നത് മിക്കവാറും ഋഷി ആയിരിക്കാം. ഓരോ ബക്കറ്റ് വെള്ളമുണ്ട്. എല്ലാവർക്കും ഒരേപോലെ പാത്രങ്ങൾ, പ്ലേറ്റ്, കിണ്ണം, പിന്നെ പ്രഷർ കുക്കർ, പിന്നെ പാന്, എല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചകരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ജാസ്മിൻ, അഭിഷേക്, അർജുൻ, നോറ, അൻസിബ, ശ്രീതു, നന്ദന, ജിൻഡോ, റസ്മിൻ, സിജോ, സായി, അപ്സര, ഇങ്ങനെയാണ് ഇവരെല്ലാവരും കളിക്കുന്നത്. ഋഷി കളിക്കുന്നില്ല. ടീം വൈസാണ് കളിക്കുന്നത്. ടേബിൾ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഓരോ 4 ടേബിളുണ്ട്. അതായത് ഇതെല്ലാം പാത്രങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി അതിൻ്റെ അഴുക്കുകളൊക്കെ വൃത്തിയാക്കി തുടച്ച് മിനുക്കി അവിടെ കൊണ്ടുവെക്കണം. എന്നിട്ട് അത് അനലൈസ് ചെയ്യും, ഏറ്റവും നല്ല പാത്രങ്ങൾ ആരുടെയാണെന്നുള്ളത്. അതിനായിരിക്കാം ടേബിൾ ഇട്ട് വെച്ചേക്കുന്നത്, അതിനായിരിക്കാമല്ലോ. വേഗതയും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നന്ദന അഭിഷേകമാണ് പിടിവലി നടത്തുന്നത്. എല്ലാവരും തേച്ചൊരച്ച് കഴുകുന്നുണ്ട്. അപ്പുറത്ത് ഗസ്റ്റുകൾ ഇരിപ്പുണ്ട് 3 പേര് ഗാർഡൻ ഏരിയയിൽ. അവർ അന്തം വിട്ടിരിക്കുകയാണ് ഈ അടിപിടി കണ്ടിട്ട്. പൈപ്പിൻ ചോട്ടിൽ അഭിഷേക് മഗ്ഗുമായിട്ട് വരുന്നു, നന്ദന ബക്കറ്റുമായിട്ട് വരുന്നു. അവിടെ ഇടിയും ബഹളവും ആവുന്നു. അപ്പം ജാസ്മിൻ അവിടെ ഇരുന്നിട്ട് ബക്കറ്റ് വെള്ളം എന്ന് പറയുന്നു. അപ്പോൾ അഭിഷേക് ബക്കറ്റ് മഗ്ഗ് വെച്ച് പിടിക്കാൻ നോക്കും, നന്ദന വട്ടം പിടിക്കുന്നു. അങ്ങനെ അവിടെ ഇടി പിടിയാവുന്നു. അവസാനം ബക്കറ്റ് തട്ടിമറിക്കുന്നു അഭിഷേക്. അതിൻ്റെ ഇടയിൽ കൂടെ പൈപ്പ് പൊട്ടുന്നുണ്ടോ എന്നറിയില്ല. പൊട്ടി എന്ന് നന്ദന വിളിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബലപ്രയോഗങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഇതിൻ്റെ ബലപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് വേണ്ടത് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യലാണ്. മൾട്ടി ടാസ്കിങ് ആണ് വേണ്ടത്, അല്ലേ? നല്ല വൃത്തിയായിട്ട് 3 പേരുണ്ട് ഒരു ടീമിൽ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഒരാൾ വെള്ളം കൊണ്ടുവരിക, ഒരാൾ ക്ലീൻ ചെയ്യണം, ഒരാൾ തുടയ്ക്കണം. ആ രീതിയിൽ വേണം വരാൻ. അപ്പോൾ അതിൻ്റെ ഇടയിലും ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. അതാണ് പ്രമോ. അപ്പോൾ ഇതേ ഉള്ളു പ്രമോ. അപ്പോൾ ഇനി കാണിക്കേണ്ടത് ഇവരുടെ ഈ കഴിഞ്ഞ വർഷം ഫാമിലി ടാസ്ക് കാണിക്കുന്ന പോലെ ഇവരെയൊക്കെ കാണിച്ചാൽ എന്ത് രസമായിരിക്കും കാണിച്ചാൽ. വെറുതെ ഈ അവരുടെ അമ്മമാരെയൊക്കെ എന്തായാലും ഭയങ്കരമായ എക്സൈറ്റ്മെൻ്റ് ഒന്നും ആർക്കും കാണുന്നില്ല. അപ്പം എന്തായാലും അവരെയൊക്കെ ഒന്ന് കാണിച്ചൂടെ പ്രമോയിൽ? കാണിക്കുക. അതിനിപ്പോൾ എന്താ ഉള്ളത്? കാണിക്കണം എന്നാണ് ഞാനും പറയുന്നത്. ഈ പാരൻസ് വരുന്നത് അവരെ കാണിക്കാതിരിക്കുമ്പോൾ എന്തോ പോലെ. അത്രയ്ക്ക് നമ്മളിങ്ങനെ അവിടെ ആകാംക്ഷ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും വരുന്നുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഇതാണ് നാളത്തെ പ്രമോ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം മാത്രമേ മിക്കവാറും ഹൈലൈറ്റ് ആവുള്ളൂ. ഇതിനോടനുബന്ധിച്ചെങ്കിൽ വഴക്കുണ്ടായാലേ ഉള്ളൂ. പ്രത്യേകിച്ച് നന്ദന ക്യാപ്റ്റനും കൂടിയാണ്. അപ്പോൾ എന്തായിരുന്നാലും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.